നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അമ്പെ പരാജയപ്പെട്ടു എന്നുള്ളത് സമ്മതിക്കാതിരിക്കാൻ ഒരാൾക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അത് പിണറായി വിജയനാണ്. എം വി ജയരാജൻ പോലും ആ തോൽവിയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: ചെങ്കോട്ട, ചെങ്കതിർ, പോരാളി ഷാജി അടക്കമുള്ളവർ, അവർ ഇടതുപക്ഷമെന്ന് കരുതുന്ന പല ഗ്രൂപ്പുകളെയും വിലയ്ക്ക് വാങ്ങി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ കണ്ണൂരിൽ അടക്കമുള്ള ഇടങ്ങളിൽ സമൂഹ മാധ്യമങ്ങൾ ഒറ്റ നോട്ടത്തിൽ ഇടതുപക്ഷമെന്ന് തോന്നുന്ന പല ഗ്രൂപ്പുകളും പക്ഷേ ഇടതുപക്ഷത്തിനോടൊപ്പം അല്ല എന്നും അവരൊക്കെ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് എന്നും CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എം വി ജയരാജൻ പറയുകയാണ്. അതായത് തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നിലെ സമൂഹ മാധ്യമത്തിലൂടെ നടത്തിയ ഇടതുവിരുദ്ധ പ്രചരണങ്ങൾ, ആ പ്രചാരണങ്ങൾ വലിയ അടിയായിത്തീർന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനാണ് ഈ ചെങ്കോട്ടയും ചെങ്കതിരും പോരാളി ഷാജി എന്നിവയെ ആശ്രയിക്കുന്നവർ ഇക്കാര്യം ഓർക്കണമെന്നും യുവാക്കൾ സമൂഹ മാധ്യമങ്ങൾ മാത്രം നോക്കിയതിൻ്റെ ദുരന്തം, ആ ദുരന്തമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഇടതിനെതിരെ ചിന്തിക്കാൻ ഇടയാക്കിയത് എന്നൊക്കെയാണ് എം വി ജയരാജൻ പറഞ്ഞു വെക്കുന്നത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ പരാജയം അല്ലെങ്കിൽ തോൽവിക്ക് കാരണം തങ്ങളാണെന്ന എം വി ജയരാജൻ്റെ ഈ ഒരു കുറ്റപ്പെടുത്തലുണ്ടോ, ആ കുറ്റപ്പെടുത്തലിന് മറുപടിയുമായിട്ട് ഇപ്പോൾ ഇടത് സൈബർ പേജായിട്ടുള്ള പോരാളി ഷാജി രംഗത്തെത്തി. അധികാരത്തിൻ്റെ സുഖസൗകര്യങ്ങളിൽ ജനത്തെ മറന്ന് അവരെ പിഴിഞ്ഞ് ഭരിച്ചതാണ് ഇടതുപക്ഷത്തിൻ്റെ തോൽവിക്ക് കാരണമെന്നും തങ്ങളല്ല അതിന് കാരണമെന്നും പോരാളി ഷാജി ഇതാ ഫേസ്ബുക്കിൽ കുറിച്ചു വെക്കുന്നു. ആദ്യത്തെ അടി വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ നടത്തിയ ഇടതുവിരുദ്ധ പ്രചരണങ്ങളാണ് ഇതൊക്കെ എന്നായിരുന്നു ജയരാജൻ പറഞ്ഞത്. യുവാക്കൾ സമൂഹ മാധ്യമങ്ങൾ മാത്രം നോക്കിയതിൻ്റെ ദുരന്തം അത് തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായി എന്ന് ജയരാജൻ പറയുന്നു. സാമൂഹിക മാധ്യമങ്ങളിലെ ഇടതുപക്ഷ അനുകൂല ഗ്രൂപ്പുകളെ വിലക്കെടുക്കുന്നുണ്ട്. ചെങ്കോട്ട, പോരാളി ഷാജി തുടങ്ങിയ ഗ്രൂപ്പുകളുടെ അഡ്മിന്മാർ വിലയ്ക്ക് വാങ്ങപ്പെടുന്നുണ്ട്. ആദ്യം ഇത്തരം ഗ്രൂപ്പുകളിൽ ഇടതുപക്ഷ അനുകൂലമായ വാർത്തകൾ വരുമെങ്കിലും പിന്നീടത് ഇടതുവിരുദ്ധ പോസ്റ്റുകൾ വരുത്തി തുടങ്ങി. ഇത് പുതിയ കാലത്ത് നാം നേരിടുന്ന വലിയ വെല്ലുവിളിയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇക്കാര്യം പാർട്ടി പ്രവർത്തകർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ജയരാജൻ പറഞ്ഞത്. പക്ഷേ അതിന് തക്ക മറുപടി ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടതെന്ന തലക്കെട്ടിൽ പോരാളി ഷാജി ആ പേജിൽ ജയരാജൻ അക്കമിട്ട് മറുപടി നൽകിയിരിക്കുകയാണ്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് വലുത് എന്ന് നേതാക്കൾ ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട് എന്നും ദന്തഗോപുരങ്ങളിൽ നിന്ന് താഴെ ഇറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്നും അതിന് പറ്റില്ലെങ്കിൽ ചോര കൊണ്ട് ചുവപ്പിച്ച ഈ ചെങ്കൊടി താഴെ വെച്ച് വല്ല പണിയെടുത്ത് ജീവിക്കണമെന്നുമാണ് പോരാളി ഷാജിയുടെ കുറിപ്പിൽ പറയുന്നത്. അതേസമയം CPM-ൽ അനിശ്ചിതത നിന്ന പ്രതിച്ഛായ വളർത്തിയെടുക്കുവാനുള്ള പിണറായിയുടെ നീക്കങ്ങൾ ഇനി വിലപ്പോവില്ല എന്ന സൂചന കൂടി ഇപ്പോൾ പാർട്ടി ജില്ലാ ഘടകങ്ങളടക്കം നൽകുന്നുണ്ട്. പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കുവാനുള്ള കരുനീക്കങ്ങൾക്കെതിരെ പണ്ടില്ലാത്ത വിധം കടുത്ത എതിർ ശബ്ദങ്ങൾ ഇപ്പോൾ ഉയരുന്നുവെന്ന് പറയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം പിണറായിക്ക് മാത്രമാണ് എന്ന നിലപാടിലാണ് ഇപ്പോൾ ജില്ലാ ഘടകങ്ങളെല്ലാം. പിണറായിയുടെ ധാർഷ്ട്യവും സർക്കാരിൻ്റെ പ്രവർത്തന വൈകല്യങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിഷേധവുമാണ് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്ന് പാർട്ടി ഒന്നാകെ ഇപ്പോൾ വിലയിരുത്തുന്നു. EP ജയരാജനെപ്പോലെയും AK ബാലനെപ്പോലെയുമുള്ള ഏറാൻമൂളികളെ മുന്നിൽ നിർത്തി എല്ലാ ജനവിരുദ്ധതയും ഇനി അധികകാലം വെളുപ്പിച്ചെടുക്കാനാവില്ല എന്ന് പാർട്ടി തിരിച്ചറിയുന്നു. പിണറായി ശരി മാറ്റാത്ത പക്ഷം അടുത്തു വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പടക്കം ബാലികേറ മലയാകുമെന്നുള്ള സൂചന നൽകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം സർക്കാരിൻ്റെ ദുഷ്പ്രവൃത്തിയുടെ ഫലമെന്ന CPM എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തലടക്കം ഇതിൻ്റെ സൂചകങ്ങളാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ജില്ലയിലെ സ്ഥാനാർത്ഥികൾ ദയനീയമായ തോൽവിയാണ് ഏറ്റുവാങ്ങിയത് എന്ന് തന്നെയാണ് ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ എന്ന് പറയപ്പെടുന്നത്. ഇതൊക്കെയും ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രതിഫലനമാണ്. പിണറായിയും രാധാകൃഷ്ണനും ഒഴികെയുള്ള മന്ത്രിമാരുടെ പരിചയ സമ്പത്തില്ലായ്മയും ക്ഷേമ പെൻഷനുകൾ സമയത്ത് നൽകാതെ സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതും ജനവിരുദ്ധ നിലപാടുകളും പ്രതിഷേധ വോട്ടായി മാറി. മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കുവാൻ പരമാവധി ശ്രമിച്ചെങ്കിലും അവരുടെ വോട്ട് കാര്യമായി ലഭിച്ചതുമില്ല. മാത്രമല്ല, മുസ്ലിം പ്രീണനം അതിര് കവിഞ്ഞപ്പോൾ മറ്റ് വിഭാഗങ്ങളുടെ വോട്ടുകൾ ചോരുന്നതിനും ഇതിടയാക്കി എന്നുള്ളതാണ്. CPM-ൻ്റെ അപജയം BJP-യുടെ ശക്തിയായി മാറുന്നതിനെക്കുറിച്ച് കമ്മിറ്റി അംഗങ്ങൾ പലരും യോഗത്തിൽ പലതരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തു. എറണാകുളം ജില്ലാ കമ്മിറ്റി മാത്രമല്ല, കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന എല്ലാ ജില്ലാ കമ്മിറ്റികളും തോൽവിയുടെ ഉത്തരവാദിത്വം സർക്കാരിൽ ചുമത്തുകയാണ്. സ്വന്തം പാർട്ടിയിൽ നിന്ന് മാത്രമല്ല CPI-യിൽ നിന്നും കഴിഞ്ഞ ദിവസം കടുത്ത വിമർശനമാണ് പിണറായിക്കെതിരെ ഉണ്ടായത്. മറ്റൊരു സഖ്യകക്ഷിയായിട്ടുള്ള കേരള കോൺഗ്രസ് മാണി വിഭാഗവും തങ്ങളുടെ കോട്ടയത്തെ പരാജയം സർക്കാർ വിരുദ്ധ വികാരത്തിൻ്റെ പ്രതിഫലനമാണ് എന്ന് തന്നെയാണ് വിലയിരുത്തിയിരിക്കുന്നത്. ഏതായാലും ഏകഛത്രപതിയായി ഇനി ഏറെക്കാലം പിണറായിക്ക് വാഴാനാകില്ല എന്നുള്ള സൂചനയാണ് പാർട്ടിയിൽ നിന്ന് അസാധാരണമായി ഉയരുന്ന ഈ എതിർ ശബ്ദങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പിണറായിയുടെ ഏകാധിപത്യ പ്രവണതയെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തോടുകൂടി വച്ചുകെട്ടിപ്പിക്കുകയാണ് അണികൾ. നേതാക്കളടക്കം എല്ലാ ജില്ലാ കമ്മിറ്റികളും
പിണറായിയുടെയും പിണറായിയുടെ സർക്കാരിനെതിരെയും ആഞ്ഞടിക്കുകയാണ്. സർക്കാർ വിരുദ്ധ പ്രസ്താവനകൾ, സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങൾ അടക്കം ജനങ്ങളെ തളർത്തുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ സർക്കാരിന് ആവശ്യമില്ല എന്നുള്ള തിരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തു വന്നത്. ഏകദേശം 109ഓളം ഇടങ്ങളിൽ ഈ UDFിൻ്റെ തരംഗം ആഞ്ഞടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ആകെ 19 മണ്ഡലങ്ങളിൽ മാത്രമാണ് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ ഈ CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിന് കഴിഞ്ഞത്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനായത് എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇത്തരത്തിൽ സംഭവിച്ചു എന്ന് ഇനിയെങ്കിലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ പാർട്ടി. ഈ മുന്നണി സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഏകഛത്രപതിയായി പിണറായി വിജയനെ വാഴ്ത്തിക്കൊണ്ടുപോകുന്നതിൽ കാര്യമില്ല എന്ന് ഘടകകക്ഷികൾ അടക്കം മുന്നറിയിപ്പ് നൽകുകയാണ്. മാത്രമല്ല CPMൻ്റെ ഓരോ ജില്ലാ ഘടകങ്ങളും എതിരഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. തോൽവി സമ്മതിക്കേണ്ടതുണ്ട്. തോൽവി എന്ന് പറയപ്പെടുന്നത് ഇന്നും സമ്മതിക്കാതിരിക്കുന്ന ഒരേ ഒരാൾ പിണറായി വിജയൻ മാത്രമാണ്. 19 സീറ്റും തകർന്നടിഞ്ഞു പോയിട്ടും ഒന്നും സംഭവിച്ചില്ല എന്നുള്ള മട്ടിൽ നിൽക്കുന്ന നുണയനായ ഒരു വ്യക്തിയായി മാറുന്നു പിണറായി വിജയൻ എന്ന് ഈ CPMൻ്റെ തന്നെ പല നേതാക്കന്മാരും പറയാതെ പറയുകയാണ്. എന്തുകൊണ്ടാണ് ഇത്ര പരാജയം ഒരു പാർട്ടിക്ക് സംഭവിച്ചത് എന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാതായി പോകുന്നുണ്ട് ഈ മുഖ്യമന്ത്രിക്ക് ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് അദ്ദേഹം ഇറങ്ങേണ്ട സമയമായിരിക്കുന്നു. ഈ രാഷ്ട്രീയ വനവാസത്തിനുള്ള സമയമായിരിക്കുന്നു പിണറായി വിജയന്. എല്ലാം ഉപേക്ഷിക്കേണ്ട സമയം പിണറായി വിജയൻ അടുത്തിരിക്കുന്നു. അതിൻ്റെ സൂചനകൾ തന്നെയാണ് പാർട്ടി ജില്ലാ നേതൃത്വ ഘടകങ്ങളടക്കം നൽകുന്നത്. ആ ജില്ലാ ഘടകങ്ങളുടെ എതിർപ്പിനെ മറികടന്ന് എത്ര നാൾ പിണറായിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളതാണ്. എന്തായാലും രാജി എന്നുള്ളതിനപ്പുറം മറ്റൊന്നും പിണറായി വിജയന് ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെ പറയട്ടെ. അത്ര വലിയ സമ്മർദ്ദമാണ് ഇപ്പോൾ പിണറായി വിജയന് മേൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പാർട്ടിക്കുള്ളിൽ നിന്നും.